കിടങ്ങൂരിന്റെ മണ്ണിലിതാ വീണ്ടും ഒരു ചിങ്ങപ്പുലരിയെ വരവേറ്റ് ഒരുങ്ങി നിൽക്കുകയാണ്. ചരിത്രം പള്ളികൊള്ളുന്ന ഇതിഹാസ ഭൂമിയുടെ ഐതിഹ്യ പെരുമയെ നെഞ്ചോട് ചേർത്ത് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും കിടങ്ങൂർ ആനപ്രേമി സംഘവും ഒരേ മനസ്സോടെ ഇന്നിതാ ഇവിടെ അണിയിച്ചൊരുക്കുകയാണ് ഗംഭീരമാകുന്ന ആനയോട്. പുരാതന കാലം മുതൽ ഗജരാജാക്കന്മാരെ എന്നും നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന കിടങ്ങൂരിന്റെ മണ്ണിലെ ആനയോട് പ്രത്യക്ഷ ഗണപതി മൂർത്തിയായി ഗജഗണങ്ങളെ വിശ്വസിച്ച് പൂജിച്ച് നിവേദ്യ സമാനം അന്നം നൽകി തൃപ്തിയാക്കി ആരാധിക്കുന്ന ആനയോട് പ്രകൃതിയാകുന്ന മന്ദിരത്തിൽ ഗജങ്ങളാകുന്ന ദൈവിക ഭാവത്തെ അന്നം നൽകി പ്രസാദിപ്പിക്കുന്ന ലോകത്തിലെ മഹത്തരമായ കർമ്മമാണിത്. അതെ, ഗജങ്ങളെ ഓട്ടുന്നതിലൂടെ ഗണപതി കടാക്ഷം കൈവരുമെന്നും സർവൈശ്വര്യങ്ങൾ മണ്ണിൽ നിറയുമെന്നാണ് വിശ്വാസം. അതെ, ആചാര പെരുമയും സാംസ്കാരിക മഹിമയും കാത്തു സൂക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായി കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും കിടങ്ങൂർ ആനപ്രേമി സംഘവും കിടങ്ങൂർ കണ്ടൻകോരന്റെയും കിടങ്ങൂർ കൃഷ്ണൻകുട്ടിയുടെയും ഓർമ്മകൾ ഉറങ്ങുന്ന ഈ മണ്ണിൽ ഒരുക്കുകയാണ് ഈ വർഷവും പുതുവർഷ പുലരിയിലെ ആനയോട്ട്. വീണ്ടും ചങ്ങലകിലുക്കം മുഴങ്ങുകയായി കിടങ്ങൂർ കണ്ടംകോരന്റെയും കിടങ്ങൂർ കൃഷ്ണൻകുട്ടിയുടെയും ഒറ്റക്കൊമ്പന്റെയും ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിൽ ഐതിഹ്യ പെരുമയുടെ ആനയോട്ടൊരുങ്ങുമ്പോൾ ഗജങ്ങളെ നെഞ്ചോട് ചേർത്ത തൃക്കിടങ്ങൂരപ്പൻ സകലതിനും സാക്ഷിയായി പരിലസിക്കുന്ന ഈ പുണ്യഭൂമിയിലേക്ക് ഇതാ കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും കിടങ്ങൂർ ദേവസ്വവും കിടങ്ങൂർ ആനപ്രേമി സംഘവും ഒരേ മനസ്സോടെ ഒരുക്കുകയാണ് വീണ്ടും ഒരു ആനയോട്ട്. വീരന്മാരുടെ പാദമുദ്രകൾ പതിഞ്ഞ മണ്ണിന്റെ ചൂടും ചൂരും തൊട്ടറിയുവാൻ വരുന്ന കോടനാടൻ മാതംഗം ഗജകുല താമരകർണി ഓതറ പതുക്കുളങ്ങര ശ്രീ പാർവതി ഇതിഹാസങ്ങൾ പിറവികൊണ്ട കോടനാടൻ മണ്ണിന്റെ മടിത്തട്ടിൽ നിന്നും ഉത്സവ കേരളത്തിന്റെ വിരിമാറിലേക്ക് വലതുകാൽ വെച്ച് വന്നിറങ്ങിയവളാണ്. തുടക്കം മുതൽ തന്നെ ആരാധക മനം വീടെടുത്തുള്ള ഓതരയുടെ പ്രാർത്ഥനയായവളാണിവൾ. ഓതര ശ്രീ ശങ്കരിക്ക് ശേഷം ഓതര ദേശം മനസ്സിലേക്ക് ആണിക്കുന്ന പിടിയാന ചന്തം കടന്നു വരികയാണ്. കാലത്തിന്റെ പോലും തുഴത്തെറിപ്പിക്കുന്ന കരിയടവിലൂടെ പൊട്ടി വളർന്ന താരമായി നിന്നവളാണ്. ചരിത്രമടങ്ങുന്ന ദേശവീഥികൾ കിടന്ന് ഓതറമാടുന്ന സത്യചൈതന്യ സ്വരൂപിണിയുടെ നാമം ആന കേരളത്തിൽ നിറച്ച മാതംഗ സുന്ദരിയുകൾ കടന്നു വരികയാണ്. സാരഥി കല്ലിശ്ശേരി അനിച്ചേട്ടന്റെ കയ്യും പിടിച്ചുകൊണ്ട് കിടങ്ങൂരിന്റെ മണ്ണിലേക്ക് ഗജകുല താമരകർണി ഓതറ പുതുക്കുളങ്ങര ശ്രീ പാർവതിക്ക് സ്വാഗതം. ഹരിനാരായണന്റെ പ്രിയമാണ് അഴകിന്റെ തമ്പുരാട്ടി, ആരവ ഭൂമികളിലെ പൊന്നു തമ്പുരാട്ടി ഹരിനാരായണ പ്രിയ ഗജറാണിക്കും സ്വാഗതം. അതെ, ഇവളഴകിന്റെ യുവറാണിയായി പാത്താനുള്ള മനീഷിന്റെ ദൈവം പിടിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം താരമാകുന്നവർ തെക്കും വടക്കും അണിനിരക്കുന്ന കുമ്പന്മാർക്കിടയിൽ അഴകിന്റെ പെൺ സ്വരൂപമായി കീർത്തിയേറിയവർ ആന കേരളത്തിന്റെ അകതാലിൽ സ്ഥാനം നേടിയ പിടിയാന ചന്തങ്ങളിൽ ഉയര പെരുമ കൊണ്ട് ഉന്നത സ്ഥാനം നേടുന്നവർ ഇതാ കോട്ടയം ഗജനരിയിലെ കൊമ്പന്മാർക്കൊപ്പം എണ്ണം പറഞ്ഞ പിടിയാന പെരുമ നിറച്ചവൾ കിടങ്ങൂരിൽ അവതരിക്കുകയായി. അഴകിന്റെ ആവേശം ഒരുങ്ങി നിൽക്കുന്ന നേരത്ത് ഈ മണ്ണിൽ ചരിത്രം കുറിച്ചുകൊണ്ട് വിസ്മയം പകരുവാൻ തീരുമടിക്കാത്ത യുവറാണി ഗജയുവറാണി ലക്ഷ്മിക്കും കിടങ്ങൂരപ്പന്റെ ആനയൂട്ടിലേക്ക് സ്വാഗതം. തെക്കൻ തട്ടകത്തിൽ നിന്ന് മറ്റൊരാൺകുട്ടി, അതെ, വള്ളം കുളമെന്ന നാടിന് ആന
മാറ്റി വന്ന ഗജതാരകം തന്റെ സാരഥിമാർ ശ്രീനാഗിന്റെയും തീർത്ഥാടനത്തിന്റെയും കൈകൾ പിടിച്ച് ഗജസേനയുടെ ആനയുടെ കൂടുവാൻ ചെറായി കരയിലേക്ക് കടന്നു വരുന്നു. തൃക്കരയൂരപ്പന്റെ പുണ്യഭൂമിയിലേക്ക് വശ്യമായ സൗന്ദര്യം കൊണ്ടും വീരസ്യം തീരച്ചെഴുതാത്താണത്തം കൊണ്ടും ആരാധകരെ തന്നോട് ചേർന്നവൻ പ്രതാപകാലത്തിനെവിടെയും കൈമോശം വന്നിട്ടില്ലെന്ന് തെളിയിച്ചുകൊണ്ട് കടന്നു വരികയാണ് തെക്കിന്റെ മറ്റൊരു ഉയർത്തച്ഛൻ ഗജരാജൻ വള്ളംകുളം നാരായണൻ പുണ്യയ്ക്കും സ്വാഗതം. ഭാവിതാരകം ആ വേഷങ്ങൾക്ക് നാന്ദി കുറിക്കുന്ന കോട്ടയം പട്ടണത്തിൽ ചരിത്രം വിളിച്ചെടുക്കുന്നവൻ യുവരാജ കേസരി കല്ലൂക്കാട് ശിവസുന്ദർ. വേദികളിലേക്ക് താരമായി തന്റെ വഴി നടത്തുവാൻ കൂടെയുള്ള സാരഥി ആസാൻ സജിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ് ശിവസുന്ദർ. അതെ, ഇവൻ പേരും പെരുമയും കേട്ട കോട്ടയും ഗജനിരിയുടെ കൊമ്പനായി തീരുവാൻ അഴകിന്റെ രാമനാഴിയുമായി അവതാരം കൊണ്ടവൻ. ആളുകളാണ് കിടക്കുന്ന താരപത്തിന്റെ പ്രജാപതി താൻ തന്നെ എന്ന് തെളിയിക്കുവാൻ തീരെ പഠിക്കാത്തവൻ. വാരണങ്ങളെ നെഞ്ചോട് ചെറുക്കുന്ന വശ്യസിന്റെ ഭൂമിയിൽ പിറവിക്കൊണ്ട് മലയാളക്കരയുടെ വാനം കീഴടക്കിയവൻ. മാറ്റത്തിന്റെ തിരുവട്ടത്ത് അവതരിക്കുകയായി ശ്രീധരിയത്തിയിലെ കൊമ്പനാണ് ഔഷധേശ്വരിയായ നെല്ലിക്കാട്ട് ഭഗവതിയുടെ മാനസപുത്രൻ കളഭകേസരി നെല്ലിക്കാട്ട് മഹാദേവൻ. കാലമായി തന്നെ വഴി നയിക്കുന്ന സാരഥി അനൂപിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് കിഴക്കൂരിന്റെ മണ്ണിൽ അവതരിക്കുകയായി മഹാദേവൻ. മലയാള നാടിന്റെ വീരന്മാർ പിറപ്പിക്കൊണ്ട നിലമ്പൂർ കാടിന്റെ മടിത്തട്ടിൽ ആവേശത്തിന്റെ പ്രജാപതിയായ അവതാരം കൊണ്ടവൻ. തനത് സൗന്ദര്യത്തിന്റെയും മികച്ച ലക്ഷണ പെരുക്കങ്ങളുടെയും അവസാന വാക്കായി പ്രാർത്ഥത്തിന്റെ വിരിമാറിൽ നെഞ്ചും വിരിച്ചു നിന്നവൻ. ഔഷധ സേവയ്ക്ക് പേരുകേട്ടവനിൽ നെല്ലിക്കാട്ട് ദേവസ്വത്തിന്റെ അഭിമാനമായി വന്നു ചേർന്നവൻ. ഏറ്റുമാനൂരപ്പന്റെ മണ്ണിലും തിരുവൈക്കത്തപ്പന്റെ സന്നിധിയിലും പതിവിന്റെ താരമായി എഴുന്നള്ളി നിൽക്കുന്ന ഗജരാജസൂര്യൻ. തുറുപ്പുകാരൻ എന്ന മലയാള സിനിമയിൽ അഭിനയ കുലപതി പത്മശ്രീ മമ്മൂട്ടിയോടൊപ്പം അപ്രമാണ കീഴടക്കിയ ചരിത്രമുള്ളവൻ. അതെ, ഇവൻ ആരാധനയുടെ തുറുപ്പുകാരൻ കളഭകേസരി നെല്ലിക്കാട്ട് മഹാദേവൻ. അവൻ അവിടെ സോപ്പെന്ന് പറയും. അവൻ ഇവിടെ കട്ട് ചെയ്ത് ഇറങ്ങാൻ മതി. അവനെ സോപ്പ് കൂടി ഇറങ്ങി എണ്ണം പറഞ്ഞ നായകന്മാരെ അണിനിരത്തി ആനയൊരുക്കുന്ന വിളംബര സംഘത്തിന്റെ അഭിമാനമായി കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയോടൊപ്പം ഇവിടെ അണിനിരത്തുകയായി കളഭകേസരി നെല്ലിക്കാട്ട് മഹാദേവൻ. തികഞ്ഞ ശാന്തതയുടെയും തികവാർന്ന സൗന്ദര്യത്തിന്റെയും നേരൂപമായ നെല്ലിക്കാട്ട് മഹാദേവനും സാരഥിമാർഗം കുറുന്തോട്ടിൽ തൂണുകൾ കഥ പറയുന്ന ചരിത്ര ഭൂമിയിലേക്ക് ഈ ആനയൂട്ടിലേക്ക് സ്വാഗതം. മഹിമയാർന്ന വേദികളിലേക്ക് കടന്നു ചെല്ലുവാൻ അക്ഷരനഗരിയുടെ വീമാറിൽ ഒരുങ്ങി നിൽക്കുന്ന യുവരാജകുമാരൻ തിരുവാഴപ്പള്ളി മഹാദേവൻ. കേരളത്തിലെ അഭിമാന താരങ്ങൾക്കിടയിലേക്ക് കുതിക്കുവാൻ പ്രിയ സാരഥി പ്രമോദ് വാന്താനത്തിന്റെ കൈയും പിടിച്ചു കടന്നു വരികയാണ് മഹാദേവൻ. ചെറുപ്രായത്തിന്റെ മഹിമയിൽ തന്നെ ചെറുതല്ലാത്ത നിയോഗങ്ങൾ ചൂടി താരമായി നിന്നവൻ. വാഴപ്പള്ളി വാഴുന്ന മഹാദേവന്റെ മണ്ണിൽ നടമടക്കി തിടമ്പെത്തി നിന്ന ആവേശത്തിന് തിരികൊളുത്തിയവൻ. കേൾവി കേട്ട കൂരപ്പറമ്പിലെ വലവിട്ട് സ്വീകരിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന അക്ഷരനഗരിയുടെ ഭാവി വാഗ്ദാനം. അതെ, ഇവനാണ് കേരളത്തിൽ അഭിമാന താരമായി തീരുവാൻ അഴകിന്റെ രാമനാഴിയിൽ ആഘോഷ പാഠങ്ങൾ കരുതുന്ന യുവ പ്രജാപതി. ചരിത്രമുറങ്ങുന്ന ചന്ദനാശ്ശേരിയുടെ മണ്ണിലെ യുവത്വം തുറക്കുന്ന നായകൻ ഗജയുവ രാജകുമാരൻ തിരുവാഴപ്പള്ളി മഹാദേവൻ.
ജാതി വൈദഗ്ധ്യമുള്ള ഗ്രന്ഥങ്ങളായുള്ളവൻ അക്ഷരനഗരിയിലെയും മധ്യ കേരളത്തിലെയും എണ്ണം പറഞ്ഞ ഭൂമികൾക്കെന്നും താരനായകനായി തിരഞ്ഞു നിൽക്കുന്നത് തിരുനക്കരത്തേവരെയും ഏറ്റുമാനൂരപ്പനെയും അകതാവിൽ സേവിച്ച് ആവേശങ്ങളിലേക്ക് ചുവട് വയ്ക്കുന്നവൻ പതുവായി നിറയുന്ന ആരവങ്ങൾക്ക് പ്രൗഢി കൊണ്ട് മറുവാക്ക് രചിച്ചിത അവതരിക്കുകയാണവൻ വേണാട്ടുമറ്റം ഗണിതറിയ മിങ്കൻ താരമായി ആന കേരളത്തിന്റെ ഹൃദയത്തിലേറിയവൻ ഗജരാജകേസരി വേണാട്ടുമറ്റം ഗോപാലൻ കുട്ടിക്കും സാരഥിമാർക്കും കിടങ്ങൂർ ആനയൂട്ടിലേക്ക് സ്വാഗതം. അക്ഷരനഗരിയുടെ ഗജരാജ സൂര്യൻ അവതാരം കൊള്ളുകയായി. അതെ, ഇവൻ അക്ഷരനഗരിയുടെ ആത്മാവുറങ്ങുന്ന തോട്ടക്കാട്ടിന്റെ മണ്ണിലെ എണ്ണം പറഞ്ഞ ഗജനായകൻ ഗജകേസരി തോട്ടക്കാട്ട് രാജശേഖരൻ. കോട്ടയം നാട്ടിലേക്ക് കൊമ്പന്മാരെ കേൾവി കേട്ട പാതകളിൽ വഴി നടത്തിയ സാരഥി തോട്ടക്കാട്ട് അഭിലിന്റെ കൈകൾ പിടിച്ചുകൊള്ളുക. തൃക്കടത്തൂർ ആനയൂട്ടിലേക്ക് കടന്നു വരികയാണ് രാജശേഖരൻ. പേരുകേട്ട പൂരങ്ങളും പൂരങ്ങളുടെ പൂരവും വരെ തന്റെ രീതിയിൽ അലങ്കരിച്ച ആവേശമാക്കിയവൻ തിരുനക്കരത്തേവരുടെ പടിക്കെട്ടുകളിറങ്ങി ആവേശത്തിന്റെ പ്രതാപതിയായി പൂരം കൂടിയവൻ ഏറ്റുമാനൂരപ്പനെ അകതാരിൽ സേവിച്ച് നിത്യദാസനായ ആഘോഷം കൂടുന്നവൻ കിഴക്കോട്ടെഴുന്നതിൽ എഴുതുകയും ചെയ്യുന്ന തിരുവൈക്കത്തപ്പനകമ്പടി സേവിച്ച ചരിത്രമുള്ള അതേ കൊമ്പനാന ഇടതടവില്ലാത്ത ആവേശം ആന കേരളത്തിന് സമ്മാനിച്ച അക്ഷരനഗരി രാജശേഖരൻ ഗജകേസരി തോട്ടക്കാട്ട് രാജശേഖരൻ. ചന്തമുള്ള സുന്ദരന്മാരുടെ വമ്പിനും വരവിനും സാക്ഷ്യം വഹിച്ച കിടങ്ങൂരിന്റെ പുണ്യഭൂമിയിലേക്ക് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും കിടങ്ങൂർ ആനപ്രേമി സംഘത്തിന്റെയും ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കടന്നു വരുന്നു മണിമലയാറിന്റെ തീരത്തെ താരസൂര്യൻ. ഇവൻ ആന കേരളത്തിന്റെ രാജാവിനോടൊപ്പം മാതംഗ മലയാളത്തിൽ കാലുമുങ്ങിയ ചരിത്രമുള്ളവൻ ഭൈരവ രൗദ്രപ്രിയ ഗജരാജ സൗമ്യ ശ്രേഷ്ഠൻ ചെമ്മരപ്പള്ളി ഗംഗാധരൻ. ആവേശങ്ങളിലേക്ക് തന്റെ രാജാവായി തന്നെ വഴി നടത്തുന്ന സാരഥി തൊടുപൂർ രാജേഷിന്റെ കൈയും പിടിച്ചുകൊണ്ട് കടന്നു വരുന്നു. ചേലുള്ള വീരന്മാരുടെ ചെവിയാട്ടങ്ങൾ സാക്ഷ്യം വഹിച്ച മലയാള കലയുടെ മണി ചരിത്രം പലകുറി ദേശനാഥനായ ഉത്തമരേശ്വരത്തപ്പൻ കാവലായി നിൽക്കുന്ന ഗരുഡാനദിയുടെ തീരത്തേക്ക് കിടങ്ങൂരിന്റെ വിരുന്നോട്ട് കൈക്കൊള്ളുവാൻ ഇനി അവതരിക്കുകയായി ഒരു ഭീമസേനൻ. അതെ, ആരെല്ലാം വന്നാലും ആന കേരളത്തിന്റെ വീരാളിപ്പട്ട് താൻ തന്നെ ചൂടുമെന്ന് തെളിയിച്ച താരകുല ഭീമൻ, ആന കേരളത്തിന്റെ കലിയുഗ ഭീമൻ, സാക്ഷാൽ ഗജ ഭീമൻ പുതുപ്പള്ളി കേശവൻ. ഇതാ തൃക്കടങ്ങൂരപ്പന്റെ തിരുമുന്നിലേക്ക് കിടങ്ങൂർ ആനപ്രേമി സംഘത്തിന്റെയും കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും ആനയോട് കൂടുവാൻ അവതാരം കൊള്ളുകയാണ് കേശവൻ. ആന കേരളത്തിന്റെ ഇടനാഴികളിൽ ഇടനാട് വഴി നടക്കുന്ന ആവേശത്തിന്റെ പ്രജാപതിയാക്കി തീർക്കുന്ന സാരഥിമാർ കുന്നംകാനം മുരളിയുടെയും കൊടുങ്ങല്ലൂർ അനീഷിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ് കേശവൻ. അമ്മയടക്കൻ മണ്ണിന്റെ വഴിപത്തിൽ നിന്ന് ഇന്ന് അക്ഷരനഗരിയുടെ രാജസൂര്യനാകുവാൻ പാപ്പാലപ്പുറം പച്ചായൻ കണ്ടെടുത്തു കൊണ്ടുവന്ന മാണിക്യം കാലത്തിന്റെ നിയോഗം നേടി പുതുപ്പള്ളിയുടെ ഇരുമാറിൽ കാലനത്ത് വച്ചപ്പോൾ ചരിത്രവും കൂടെ ചേർത്തവൻ കൂട്ടാന മാത്രമല്ല കരുതിയവരുടെ കണ്ട മനസ്സും നിറച്ച
വരികയായി. ആനന്ദ നടരാജമൂർത്തിയായ ഏറ്റുമാനൂർ ഉഗ്രമൂർത്തിയെ കാലങ്ങൾക്ക് ശേഷം മനസ്സിലെത്തി ആവേശം സൃഷ്ടിച്ചവൻ വരികയായി. ആറാട്ടുപുഴ പൂരത്തിന്റെ ആവേശങ്ങൾക്ക് നായകത്വത്തിന്റെ ശൈലി കൊണ്ട് പെരുമ പകർന്നവൻ വരികയായി. പൂരങ്ങൾ നയിക്കുവാൻ നായകനെ തേടിയ വെള്ളുവ നാട്ടിലേക്ക് നെന്മാറ വേളയുടെ നെടുനായകനായി കടന്നു ചെന്നവൻ വരികയായി. മകരച്ചൊവ്വ വിരിയുന്ന ചെമ്പൂത്രയുടെ വിരിമാറിൽ പകരക്കാരനില്ലാത്ത നായകനായി രംഗപ്രവേശം കൊണ്ടവനാണിവൻ. അതെ, ഇത്തിത്താനത്തിന്റെ ഭൂമിയിൽ ഒരു കാലവും മറക്കാത്ത ഇതിഹാസ നായകൻ, ആനയടി ഗതമേളയുടെ ആവേശതാരകം, താൻ തന്നെ എന്ന് അടിമറിയിട്ട് തെളിയിച്ച ഭീമനായകൻ, ചരിത്രമിറങ്ങുന്ന ചെറായുടെ മണ്ണിൽ വിജയത്തിന്റെ തേരോട്ടം പലകുറി ശീലമാക്കിയവൻ. അതെ, വരുന്നത് കേശവനാണ്. വാശിയും ആവേശവും അടിയറവ് വയ്ക്കാത്ത ചെങ്കൂറ്റവും കൊണ്ട് ആന കേരളത്തെ അടക്കി ഭരിക്കുന്ന കേശവൻ. ആരെന്ന് ചോദിച്ചാൽ ഞാനെന്ന് പറയുവാനുള്ള ചെങ്കൂറ്റം അക്ഷരനഗരിയിൽ ഊട്ടിയുറപ്പിച്ച കേശവൻ. അക്ഷരം തെറ്റാത്ത പോരാട്ട വീര്യം കൊണ്ട് ലക്ഷോപലക്ഷം ജനതയ്ക്ക് താരനായകനായ കേശവൻ. നാട്ടാന മലയാളത്തിന്റെ ചരിത്രത്തിൽ നാട്യങ്ങളില്ലാത്ത പോരാളി തന്നെ ഇന്ന് തെളിയിച്ചു നിന്ന കേശവൻ. പഠിച്ചതെല്ലാം പാഠമാക്കിയും നിലച്ചതെല്ലാം വിജയങ്ങളാക്കിയും വരംഗ വിശ്വത്തിന്റെ പ്രജാപതിയായ കേശവൻ. അതെ, വംശപാരമ്പര്യങ്ങളുടെ അധിപതിയായ സൂര്യവംശാധിപതി, സൗന്ദര്യ സ്വരൂപങ്ങളുടെ നേരൂപമായ സിന്ദൂര പ്രതാപി, ആയിരം ആരാധകർ ആവേശമോടെ നെഞ്ചിലേറ്റിയ ഭീമൻ, ആന കേരളത്തിന്റെ ഭീമൻ, ഒരേ ഒരു ഗജ ഭീമൻ, പുതുപ്പള്ളി കേശവ. ഈ ആനയൂട്ടിൽ വീണ്ടും ഗജവിവരണവുമായി വന്നു ചേരുവാൻ സാധിച്ചത് സാക്ഷാൽ അന്നദാന പ്രഭുവിന്റെ മകനായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ കിടങ്ങൂരപ്പന്റെ അനുഗ്രഹം തന്നെയാണ് എന്ന് കരുതിക്കൊണ്ട് ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ സർവവും സമർപ്പിച്ച് ഈ ആനയൂട്ടിന്റെ ഗജവിവരണം തൽക്കാലം ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ. വൈകുന്നേരം പുലിയന്നൂർ ശ്രീ മഹാദേവന്റെ തിരുസന്നിധിയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഈ ആനയൂട്ടിന്റെ എല്ലാ ഭംഗിയും ചാരുതയും ഈ ആനയൂട്ടിൽ മുഴുവനും സജ്ജനങ്ങളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് 1000 സ്നേഹത്തോടുകൂടി തൽക്കാലം നിർത്തുന്നു. ഞാൻ സ്നേഹപൂർവ്വം ശൈലേഷ് വൈക്കം. ഒപ്പം അക്ഷരക്കൂട്ടങ്ങളെ എന്നും ഹൃദയത്തോട് ചേർത്ത് നൽകുന്ന, കൂടെ എന്നും നിൽക്കുന്ന എലിഫന്റ് റൈറ്റർ ശ്രീ അഖിൽ ഷാജി അൻപത്. 1000 നന്ദി, 1000 സ്നേഹം. ഒപ്പം ഈ ശബ്ദമിശ്രണ സംവിധാനങ്ങൾ ഒരുക്കി മനോഹരമാക്കി തീർത്തിരിക്കുന്ന PG സൗണ്ട്സിലെ മുഴുവൻ ടെക്നീഷ്യന്മാർക്കും ശ്രീ സുനി അവർക്കും എല്ലാം ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. സ്നേഹപൂർവ്വം ശൈലേഷ്.